എന്താ രീതിയിൽ പറഞ്ഞ അപ്പുറം രാജ്യസഭയിൽ വേറെ നിലപാട്. ഭരണഘടന രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും ഒന്നാ, വ്യത്യാസമൊന്നുമില്ല. പിന്നെ സംവരണം എന്നുള്ളത് വെറും ഒരു ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ ചെയ്യാവാണ്. ജനസംഖ്യ കൂടിക്കോട്ടെ. ഇപ്പോൾ കേരളമൊക്കെ ജനസംഖ്യ കുറച്ചു, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞ പ്രകാരം കുടുംബാസൂത്രണം നടത്തി എന്നുള്ളത് തെറ്റായിട്ടും അവർക്ക് ശിക്ഷയായിട്ടുമാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ നോർത്തേണിൽ പഞ്ചാബും ആയിപ്പോട്ടും എല്ലാം കേരളം, തമിഴ്നാട്, ആന്ധ്ര എല്ലാവർക്കും സീറ്റ് കുറയല്ലേ. എന്നാൽ ആനുപാതികമായി പറഞ്ഞ പേര് 20 ഉള്ളത് 30 ആക്കുകയാണ്. മനസ്സിലാക്കുക. 9 രാജ്യസഭ എന്നുള്ളത് 9 4 9 5 14 ആക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും ഒരേമാതിരി കൊടുക്കണമെങ്കിൽ മനസ്സിലാക്കുക. പിന്നെയും ഇത് തീർച്ചയായിട്ടും ഇത് നമ്മളെ മാത്രമല്ല രാജ്യത്ത് ആകമാനം, എസ്പെഷ്യലി ആസാം തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാം വല്ലാതെ ബുദ്ധിമുട്ടിലാക്കും. ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഒരു സ്റ്റേഡിയം പോലെയാകും പാർലമെന്റ്, ഇത്രയും കൂടുതൽ ആൾ വന്ന കാര്യമായി ചർച്ചയൊന്നും നടക്കില്ല. അതിനെപ്പറ്റി ഞാൻ ജോൺ ബ്രിട്ടാസിന്റെ കാര്യത്തിനൊന്നും മറുപടി പറയാറില്ല. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, വലിയൊരു പാർലമെന്റ് വന്നാൽ ഡെലിബറേഷൻസ്, ചർച്ചകൾ, സംഗതികൾ അത് ഒരുപാട് 543 നിന്ന് 850 വരുമ്പോൾ അതിൻ്റെതായ ചില മെറിറ്റ് അനുസരിച്ചുള്ള താഴ്ച ഉണ്ടാവും. അതിൻ്റെ ഗുണം ആകെ പറയാണെന്ന് വെച്ചാൽ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് നിയമം മാറ്റുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നിയമം മാറ്റുന്ന മറ്റൊരു മുറയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ സ്ത്രീ സംവരണത്തിനെ കുറിച്ചുള്ള അവരുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം സംവരണം ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ബഷീർ സാഹിബ് പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഒരു നിയമമുണ്ട്. ആ നിയമം മാറ്റിയിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള നിയമം ആക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്ത്രീ സംവരണം നടപ്പാക്കാനുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കില്ല. അവരുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും.